പിണറായി വിജയൻ സർക്കാരിന് അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മികമായും രാഷ്ട്രീയമായുമുള്ള സാഹചര്യമില്ലാതായിരിക്കുക. ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്ന ഭരണഘടനയുടെ സംരക്ഷകനായിരിക്കേണ്ട മുഖ്യമന്ത്രി അധികാരത്തിൽ തുടരുന്നതിനു വേണ്ടി ഓരോ നിമിഷവും ഭരണഘടനയെ ലംഘിച്ചുകൊണ്ട് നിയമവിരുദ്ധമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. സംസ്ഥാനത്ത് സർക്കാർ സംവിധാനങ്ങളുടെ സഹായത്തോടുകൂടി അതിഭയാനകമായ രീതിയിലുള്ള കള്ളക്കടത്തുകൾ നടക്കുകയാണ്. സ്വർണ്ണക്കള്ളക്കടത്തും ഹവാല ഇടപാടും ഔദ്യോഗിക പരിവേഷത്തോടുകൂടി നടക്കുന്ന ഏക സംസ്ഥാനം കേരള സംസ്ഥാനമാണ്. തിരുവനന്തപുരം വിമാനത്താവളം കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന സ്വർണ്ണക്കള്ളക്കടത്തിന് നേതൃത്വം നൽകിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസായിരുന്നു. അതിന്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിലായി. അദ്ദേഹത്തിനെതിരായിട്ടുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തുടരുകയാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നു കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായ തോതിലുള്ള സ്വർണ്ണക്കള്ളക്കടത്തും ഹവാല ഇടപാടുകളും നടക്കുകയാണ്. ഭരണകക്ഷി എംഎൽഎ ആയിട്ടുള്ള PV അൻവർ പറയുന്നത് കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്തിനും ഹവാല ഇടപാടിനും കുറ്റവാളികൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന സ്വർണത്തിൽ വലിയ പങ്കും പോലീസ് പിടിച്ചെടുക്കുക. നിയമപരമായി കസ്റ്റംസിനെ ഏൽപ്പിക്കേണ്ട സ്വർണം നല്ലൊരു ഭാഗം പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടുകൂടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പിടിച്ചെടുക്കുക. അതിന്റെ ലാഭം കിട്ടുന്നത് CPMന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർക്കാണ്. ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ ഉയർന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഗവർണർ ചോദിച്ചിരിക്കുന്നു, മുഖ്യമന്ത്രി പരാമർശിച്ച സ്വർണ്ണക്കള്ളക്കടത്തിനെ സംബന്ധിച്ചോ ഹവാല ഇടപാടുകളെ സംബന്ധിച്ചോ എന്തുകൊണ്ട് മുഖ്യമന്ത്രി രാജ്ഭവനെ ഈ വിവരങ്ങളൊന്നും അറിയിച്ചില്ല? എല്ലാ വിവരങ്ങളും അറിഞ്ഞിട്ടും PV അൻവറിന്റെ വെളിപ്പെടുത്തൽ വരുന്നതുവരെ എന്തുകൊണ്ട് ഈ കാര്യത്തിൽ മൗനം പാലിച്ചു? PV അൻവറിനെ വിളിച്ചു വരുത്തി എന്ത് കോംപ്രമൈസ് ചെയ്യാനാണ് മുഖ്യമന്ത്രി തയ്യാറായത്? ADGPക്കും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കുമെതിരായി ഗുരുതരമായ ആരോപണം ഉന്നയിച്ച PV അൻവറിനെതിരെ അപകീർത്തി കേസ് കൊടുക്കുന്നതിന് പകരം സംസ്ഥാന മുഖ്യമന്ത്രി ക്ലിഫ് ഹൌസിൽ വിളിച്ചു വരുത്തി അദ്ദേഹത്തോട് എന്ത് ഒത്തുതീർപ്പിനാണ് തയ്യാറായത്? ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടപ്പോഴാണ് PV അൻവർ പരസ്യമായ മറ്റു നിലപാടുകളിലേക്ക് തിരിഞ്ഞത്. ഇപ്പോൾ PV അൻവർ കൊള്ളക്കാരനാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്തിന് 2 തവണ ഈ സ്വർണ്ണക്കള്ളക്കടത്തുകാരന് നിലമ്പൂരിൽ പാർട്ടി ടിക്കറ്റ് കൊടുത്തു? എന്തിന് പാർലമെന്ററി പാർട്ടിയിൽ ഉൾപ്പെടുത്തി? ഭരണകക്ഷിയുടെ MLA ആയ എന്തിന് PV അൻവറിനെ മുഖ്യമന്ത്രി നിയമിച്ചു? ഉത്തരം കിട്ടേണ്ട ധാരാളം ചോദ്യങ്ങളുണ്ട്. കള്ളക്കടത്തും ഹവാല ഇടപാടും സർക്കാരിന്റെ ഔദ്യോഗിക സംവിധാനങ്ങൾ വഴി നടക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും നോക്കിയാൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേരളം വഴിയാണ് കള്ളക്കടത്തുകാർ നടത്തുന്നത്. ഏറ്റവും കൂടുതൽ ഹവാല ഇടപാടുകൾ കേരളം വഴിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വ്യാപാരം ഇന്ത്യയിൽ നടക്കുന്നത് കേരളം വഴിയാണ്. ഇതെല്ലാം മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയന്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണ്. ഈ കൊള്ളക്കാരെ എല്ലാം നിങ്ങളുടെ പാർട്ടിയല്ലേ സംരക്ഷിക്കുന്നത്? സ്വർണം പൊട്ടിക്കുന്ന കള്ളക്കടത്ത് സംഘങ്ങൾ കണ്ണൂരിൽ അർജുൻ ആയങ്കേരിയും ആകാശ് തില്ലങ്കേരിയും ആരാണ്? എന്തുകൊണ്ടിപ്പോൾ അവർ മൗനത്തിലിരിക്കുന്നു? അവർക്കെതിരായിട്ടുള്ള നടപടി എന്തായി? PV അൻവറും കാരാട്ട് റസാഖും അടങ്ങുന്ന സംഘങ്ങളെല്ലാം അവരുടെ കീഴിൽ നേതൃത്വത്തിൽ നടക്കുന്ന കള്ളക്കടത്തിന് ഇത്രയും കാലം ആരാണ് അരുതുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇങ്ങനെ ഒരു വ്യാജ മുഖ്യമന്ത്രി ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്തുണ്ടോ? വ്യാജ നിർമ്മിയുടെ ആൾരൂപമാണ് ശ്രീ പിണറായി വിജയൻ. പിണറായി വ്യാജൻ എന്നാണ് എല്ലാവരും പറയുന്നത്.
ഫേക്ക് വ്യാജ നിർമ്മിതിയുടെ ആൾരൂപമാണ് പിണറായി വിജയൻ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവിടെ CPIM എന്ന് പറയുന്ന ഒരു പാർട്ടി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. CPIM എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി കേരളത്തിൽ മരിച്ചു മണ്ണടിഞ്ഞിരിക്കുന്നു. മിസ്റ്റർ MV ഗോവിന്ദൻ എന്തിനാണ് ആ കസേരയിൽ ഇരിക്കുന്നത്? ഗോവിന്ദൻ മാഷ് ഒരു കഷ്ണം കയറെടുത്ത് കെട്ടിത്തൂങ്ങി ചത്താൽ ഇതിനേക്കാൾ അന്തസ്സുണ്ട്. താങ്കളുടെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ മിസ്റ്റർ പിണറായി വിജയൻ ഏതാ കൈസനം? ഒരു പാർട്ടിക്കൊരു നിലപാട് പറയാൻ ആ പാർട്ടിയുടെ നേതൃത്വമില്ലേ? പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ ഊറ്റം കൊള്ളുന്ന ഒരു പാർട്ടി. ബിനോയ് വിഷയത്തിന്റെ വാക്കുകൾ ഇടതുപക്ഷ പരിഹാരം. എന്ത് ഇടതുപക്ഷമാണ് ഇവിടെ ഉള്ളത്? ഇത്തരം PR ഏജൻസികളെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിച്ചത് എന്താണ് മുഖ്യമന്ത്രി? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ദയനീയ പരാജയവും അൻവറാദി സംഘങ്ങൾ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങളും മറികടക്കാൻ കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു വ്യാജ നിർമ്മിതി പിണറായി വിജയൻ നടത്തിയത്. മിസ്റ്റർ പിണറായി വിജയൻ, കേരളത്തിലെ ഭൂരിപക്ഷം വെറും വിഡ്ഢികളാണ്, ഒന്നിനും കൊള്ളാത്തവരാണെന്നുള്ള നിങ്ങളുടെ ധാരണ അവസാനിപ്പിച്ചുകൊള്ളുക. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ വ്യാജ നിർമ്മിതിക്ക് വേണ്ടി ശ്രമിച്ചത്? എന്തിനാണ് ഈ എന്താണ് നിങ്ങൾ PR ഏജൻസിയെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിച്ചത്? 22 കൊല്ലം മുമ്പ് മിസ്റ്റർ VS അച്യുതാനന്ദൻ, ആ VS അച്യുതാനന്ദൻ പറഞ്ഞ ഒരു കാര്യം ഇപ്പോഴും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിലുണ്ട്. ആ ഓർമ്മ വെച്ചിട്ടാണ് പിണറായി വിജയൻ കരിപ്പൂർ വിമാനത്താവളത്തിലെ വിഷയങ്ങളെ ഈ രീതിയിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത്. പക്ഷേ പിണറായി വിജയൻ ആള് മാറിപ്പോയി. VS അച്യുതാനന്ദൻ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിന് ഉറപ്പുള്ള ഒരു നട്ടെല്ലുണ്ടായിരുന്നു. ഈ പിണറായി വിജയന്റെ ബാക്കിലുള്ളത് നട്ടെല്ലിന്റെ സ്ഥാനത്ത് വെറും വാഴപ്പിണ്ടിയാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. 24 മണിക്കൂർ കൊണ്ട് പറഞ്ഞത് മാറ്റി പറഞ്ഞ് നാണം കെട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി.